അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഒരു കഹാനിയാണ്. കഹാനി പറഞ്ഞ കഥ. കഥയുടെ പേര് രൂരു. അത് എഴുതിയ ആളുടെ പേര് പാരോ ആനന്ദ്. രൂരു ഏക്ക് कंगारू का बच्चा था. कंगारू के बच्चों को जोइस कहते हैं. वैसे ही जैसे कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं. ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു റൂരു. കങ്കാരുവിൻ്റെ കുട്ടികളെ ജോയ്സ് എന്നാണ് വിളിക്കുന്നത്. നായയുടെ കുട്ടിയെ പില്ല എന്നും പൂച്ചയുടെ കുട്ടിയെ ബിലോട്ട എന്നും വിളിക്കുന്നത് പോലെയാണിത്. ഉസ്കി അമ്മി ഉസേ രൂരു ബുലാത്തി തി ക്യോंकि वह हमेशा रोता रहता था. रो क्यों रहे हो? अम्मी ने फिर पूछा. क्या तुमको बहुत अकेला अकेला लगता है बेटा? जेब से एक बारीक सी आवाज़ आई. हाँ मेरा कोई दोस्त नहीं. അവൻ്റെ അമ്മ അവനെ രൂരു എന്ന് വിളിക്കാറുണ്ടായിരുന്നു. കാരണം അവൻ എല്ലായ്പ്പോഴും കരയുമായിരുന്നു. എന്തിനാണ് കരയുന്നത്? അമ്മ വീണ്ടും ചോദിച്ചു. നിനക്ക് വളരെ ഒറ്റയാണെന്ന് തോന്നുന്നോ മകനെ? കീശയിൽ നിന്ന് ഒരു വളരെ ചെറുതായ ശബ്ദം കേട്ടു. എനിക്ക് ഒരു സുഹൃത്തും ഇല്ല. അമ്മി ഖുശീസേ കൂദ്നെ ഫാന്ദ്നെ ലഗി. तो इसलिए उदास रहता था मेरा बच्चा. वो देर तक कूदती ही रही. അമ്മ സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. അതിനാലാണ് എൻ്റെ മകൻ നിരാശനായി താമസിച്ചിരുന്നത്. അവൾ നീണ്ട സമയം ചാടിച്ചാടി തുടരുകയായിരുന്നു. രൂരു അബ് ടൈം ആ ഗയാ ബच्चा. अम्मी की गोद से निकलो और बाहर जाकर दोस्त बनाओ. रूरू ने थोड़ा डरते हुए झिझकते हुए हौले से अम्मी की जेब से सिर बाहर निकाला. दुनिया कितनी बड़ी थी, कितनी सुंदर, कितने सारे रंग, आवाज़ें, कितनी खुशबू. पर रूरू सहम गया. इतनी बड़ी दुनिया थी बाहर. अम्मी कंगारू थोड़ी देर तो सब्र किए रही, फिर हल्के से तबकी दी. फिर रूरू को खुद जेब से निकलने की कोशिश करते देखने लगी. आखिर രൂരു ജേബ് സേ ബാഹർ നിഖല. എന്നാൽ രൂരു പകച്ചുപോയി. ഇത്രയും വലുതായിരുന്നോ പുറത്തെ ലോകം? അമ്മ കങ്കാരു കുറച്ച് സമയം ക്ഷമയോടെ നിന്നു. പിന്നീട് മൃദുവായി രൂരുവിൻ്റെ ചുമലിൽ തട്ടി. പിന്നീട് രൂരു സ്വയം കീശയിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ പരിശ്രമിക്കുന്നത് നോക്കി നിന്നു. അവസാനം രൂരു കീശയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. नीची टहनी पर एक चिड़िया गाना गा रही थी. रूरू ने चिड़िया से पूछना चाहा कि क्या उसे और गाने भी आते हैं? क्या वो उसे गाना सिखा देगी? पर चिड़िया उड़कर दूसरे पेड़ पर बैठ गई. रुको रुको, जाओ मत. चिड़िया के पीछे कूदता हुआ रूरू ने चिल्लाया. चिड़िया बोली, मैं रुक नहीं सकती. बहुत बुरा हो गया है. क्या बुरा हुआ? पिछली रात भयानक तूफान आया था. मेरा घोंसला बिखर गया है. कहीं मेरे बच्चे गिर न जाए. मैं गाना नहीं गा रही थी, अपने साथी को बुला रही थी. वो आ जाए तो हम मिलकर जल्दी जल्दी घोंसला ठीक कर लें. ഒരു താഴ്ന്ന കൊമ്പിലിരുന്ന് ഒരു കുരുവി പാട്ട് പാടുകയായിരുന്നു. രൂരുവിന് കുരുവിയോട് ചോദിക്കണമായിരുന്നു അതിന് വേറെ പാട്ടുകൾ അറിയാമോ എന്ന്. അത് രൂരുവിനെ പാട്ട് പഠിപ്പിക്കുമോ എന്നും. പക്ഷേ കുരുവി പറന്ന് മറ്റൊരു മരത്തിൽ പോയിരുന്നു. നിൽക്കൂ നിൽക്കൂ, പോകരുത്. കുരുവിയുടെ പിന്നാലെ ചാടിക്കൊണ്ട് രൂരു ഉറക്കെ വിളിച്ചു. കുരുവി പറഞ്ഞു, എനിക്ക് നിൽക്കാൻ കഴിയില്ല. വളരെ മോശമായിപ്പോയി. എന്ത് മോശമായി? കഴിഞ്ഞ രാത്രി ഭയങ്കരമായ കൊടുങ്കാറ്റായിരുന്നു. എൻ്റെ കൂട് നശിച്ചു പോയി. എൻ്റെ കുഞ്ഞുങ്ങൾ താഴെ വീഴാതിരിക്കാൻ ഞാൻ പാടുകയായിരുന്നില്ല. എൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയായിരുന്നു. അവൻ വന്നാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വേഗം
കൂട് ശരിയാക്കാമല്ലോ. रूरू चिड़िया के साथ चल पड़ा. बच्चे ज़मीन पर बेहाल पड़े हुए थे. चिड़िया ज़ोर से रोई. उसकी आवाज़ सुन उसका साथी उड़ता हुआ आया. उन दोनों को उदास देख रूरू को एक ख्याल आया. मुझे एक जगह मालूम है. जब तक बच्चे उठने लायक नहीं हो जाते वे आराम से वहीं रह सकते हैं. റൂരു കുരുവിയുടെ കൂടെ നടന്നു. കുഞ്ഞുങ്ങൾ നിലത്ത് അവശരായി കിടക്കുകയായിരുന്നു. കുരുവി ഉച്ചത്തിൽ കരഞ്ഞു. അതിൻ്റെ ശബ്ദം കേട്ട് അതിൻ്റെ കൂട്ടുകാരൻ പറന്നെത്തി. അവർ രണ്ടുപേരും വിഷമിച്ചിരിക്കുന്നത് കണ്ട് റൂരുവിന് ഒരു ആശയം തോന്നി. എനിക്കൊരു സ്ഥലമറിയാം. കുഞ്ഞുങ്ങൾക്ക് പറക്കാനുള്ള പ്രാപ്തിയാകുന്നത് വരെ അവർക്ക് അവിടെ സുഖമായി കഴിയാം. ഫിർ ക്യാ താ. रूरू की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब में रख लिया. यहाँ उन्हें कोई खतरा नहीं था. चिड़िया खुशी से गाने लगीं. उन्होंने रूरू को भी गाना सिखा दिया. उस रात रूरू आहिस्ता से संभल कर अम्मी की जेब में घुसा. वह चिड़ियों की बगल में दुबक गया. अब वो अकेला नहीं था. പിന്നെന്താ, റൂറുവിൻ്റെ സഹായത്തോടെ അമ്മ പതുക്കെ കുഞ്ഞുങ്ങളെ തൻ്റെ മൃദുവായ പോക്കറ്റിലാക്കി. ഇവിടെ അവർക്കൊരു അപകടവും ഉണ്ടായിരുന്നില്ല. പക്ഷികൾ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. അവർ രൂരുവിനെയും പാട്ട് പഠിപ്പിച്ചു. അന്ന് രാത്രി രൂരു സാവധാനം അമ്മയുടെ പോക്കറ്റിലേക്ക് നൂഴ്ന്ന് കയറി. അവൻ പക്ഷികളുടെ അടുത്ത് ചേർന്നിരുന്നു. ഇപ്പോൾ അവൻ ഒറ്റക്കായിരുന്നില്ല.